അടിപൊളി പടം, സിനിമക്കുള്ളിൽ സിനിമ, അടിപൊളി പടം, സൂപ്പറാണ്. ടോവിനോയുടെ അഭിനയം സൂപ്പറാണ്, നല്ലതാണ്. ആവറേജ് ആണ്, നോർമൽ ഒരു പടം, കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. നല്ല നല്ല സിനിമ, നല്ല എന്റർടൈൻമെന്റ്. ടോവിനോ നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. നൈസായിരുന്നു, ഇഷ്ടമായി. ലൈക്ക് ഇത് ഒരു സിനിമയ്ക്ക് ഒരു ആക്ടറിൻ്റെ ലൈഫ് പറയുന്ന ഒരു കഥയാണ്. ലൈക്ക് ഒരു ആക്ടറിൻ്റെ ഫോളും ഒരു ആക്ടറിൻ്റെ റിഡംഷനും ഒരു ആക്ടർ എങ്ങനെയായിരിക്കണം, ഓഫ് സെറ്റും എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനത്തെ ഒരു ടോവിനോ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടറിൻ്റെ റൈസ് ആൻഡ് ഫോൾ നൈസായിട്ടുള്ളത്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല, ഗംഭീരം. ത്രൂ ഔട്ട് കോമഡി, നല്ല അടിപൊളി സ്റ്റോറി. ടോവിനോ രക്ഷയില്ല. പടം നല്ല എന്റർടൈനിങ് ആണ്. പക്ഷെ നല്ല എൻഗേജിങ് ആണ്, നല്ല ഓൾറെഡി അങ്ങനെയല്ല, ലാസ്റ്റ് വരെ നല്ല എന്റർടൈനിങ് ആണ്. മൊത്തം എൻഗേജിങ് പടമായിരുന്നു. ഓൾമോസ്റ്റ് നന്നായിരുന്നു. ലാൽ ജൂനിയറിന്റെ അയാളുടെ പുള്ളികളുടെ സ്ഥിരം ഒരു നൈസ് എന്റർടൈൻമെന്റാണ് പുള്ളിയാണ്. യെസ്, വലിയ സെറ്റപ്പില്ല, കുഴപ്പമില്ല. അതെ, 100% എന്റർടൈനർ എന്ന് വെച്ചാൽ അതുപോലെ സമയം പോയി അറിഞ്ഞില്ല, അത്ര നല്ലതെന്ന് വെച്ചാൽ സൗബിനൊക്കെ അന്യ ലെവലായിട്ടുണ്ട്. ടോവിനോടെ ഒരു അടുത്ത ബ്ലോക്ക് ബസ്റ്റർ, ഈ വർഷത്തെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ഒന്നും പറയാനില്ല. നല്ല രസം എന്ന് വെച്ചാൽ സമയം പോയി അറിഞ്ഞില്ല, നമ്മൾ സൂചിച്ചിരുന്ന് കണ്ടു, അത്ര നല്ലൊരു പടം, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല എന്റർടൈനറാണ്. എനിക്ക് പടം ഒരു ആവറേജ് ഫീലായിരുന്നു. ഒരു താരചാട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് ഒരു നല്ലൊരു മനുഷ്യനിലേക്കും നല്ലൊരു ആക്ടറിലേക്കുമുള്ള യാത്രയാണ് സിനിമ കാണിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഒരു ക്യാച്ച് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ അല്ല പടത്തിന്. പടം തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ ഫ്ലോവിലാണ് പോകുന്നത്. നല്ല കുറേ പെർഫോമൻസ് ഉണ്ട്, നല്ല ടെക്നിക്കൽ സൈഡ് ഉണ്ട്. ഈ ആർട്ട് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കോസ്റ്റ്യൂം, മേക്കിംഗ് എല്ലാം കൊണ്ടും സമ്പന്നമാണ് സിനിമ. പക്ഷേ ആ സ്ക്രീൻ പ്ലേ ആണ് പ്രശ്നം ഇവിടെ. പ്രത്യേകിച്ചൊരു കഥ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു നായകൻ്റെ ഒരു ചേഞ്ച്, ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് മനുഷ്യലേക്കുള്ള യാത്രയിൽ അയാൾക്ക് സംഭവിക്കുന്ന ചേഞ്ചസ്. പക്ഷേ അതിലേക്കുള്ള ആ ചേഞ്ചിന് കാരണം വളരെ സില്ലിയായിട്ട് നമുക്ക് തോന്നും. നമ്മളെ പിടിച്ചിരുത്തില്ല, കാരണം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് പടത്തിൻ്റെ പ്രശ്നം വരുന്നത്. ടോട്ടൽ നോക്കുമ്പോൾ ഒരു ആവറേജ്, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ മൂവി, അത്രേ ഉള്ളൂ. ഫീലാണ്. എനിക്ക് പ്രതീക്ഷ അത്ര കിട്ടിയില്ല. എന്നുവെച്ചാൽ ഞാൻ ഒരു തല്ലുമല വൈബ് ഇത് പ്രതീക്ഷിച്ചു. കാരണം ട്രെയിലറൊക്കെ ഇത് തന്നിരുന്നു, കളർഫുൾ എൻ്റർടൈനർ. പക്ഷെ ഒരു എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ഇത് പടത്തിലൊരു ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ല. എങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ അവസാനിച്ചു. ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്നൊരു പടമാണ്. എന്നിട്ട് മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നിട്ട് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ആവറേജ് ലെവലിൽ വന്ന പടവും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയാം, ആ ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. പുള്ളിയുടെ ഡൗൺഫോളും പിന്നെ അവിടെ നിന്ന് പുള്ളി കയറി വരുന്നതും പുള്ളിയുടെ ഒരു റിഡംഷനൊക്കെയാണ് പടത്തിൽ വരുന്നത്. പക്ഷേ ഒരു ഹൈ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് തന്നെയില്ല. നമുക്ക് പിടിച്ചെടുത്ത് നല്ല എൻഗേജ് ചെയ്യിക്കുന്ന മൊമെൻറ്റ്സ് ഒന്നും പടത്തിൽ അങ്ങനെ കിട്ടിയില്ല. ആകെ കുറച്ച് കോമഡി അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, അത് കുറച്ച് വർക്കൗട്ടായി. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒരു ജസ്റ്റ് ഒരു 10 താളത്തിൽ അവസാനിപ്പിച്ചു. നമ്മളെ ഭയങ്കര ഒരു എന്താ ഒരു ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് പേഴ്സണലി അത് വർക്കൗട്ടായില്ല. ഒരു ആവറേജ് ഫിലിം ആയിട്ട് തന്നെ തോന്നുന്നു. ഒരു യൂത്ത് ഓഡിയൻസിന് കുറച്ചും കൂടി കണ്ടിരിക്കാം. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഒരു ആവറേജ് പടമാണ്. കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോസ്റ്റ്യൂംസ് സ്റ്റൈലിഷ് മേക്കിംഗ് ആണ്. മേക്കിംഗ് നന്നായിട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റ്യൂംസും ടോവിനോൻ്റെ ക്യാരക്ടർ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്.